നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ BS രാജേഷ്. പ്രധാന വാർത്തകൾ. തുടർച്ചയായ 11 ദിവസവും അതിർത്തിയിൽ പാക് പ്രകോപനം. കുപ്വാര, ബാരാമുള്ള, പൂഞ്ച് തുടങ്ങിയ ഇടങ്ങളിൽ പാക് വെടിവയ്പ്. ഏത് സാഹചര്യം നേടാൻ സജ്ജമായി ഇന്ത്യൻ സേന. ഇന്ത്യൻ അതിർത്തിയും അതീവ ജാഗ്രതയിൽ. ജമ്മുവിലെ ബാഗ്ലിഹാർ ഡാമിൽ നിന്നും ചെനാബ് നദിയിലേക്ക് ജലമൊഴുക്ക് താൽക്കാലികമായി നിർത്തിവെച്ച് ഇന്ത്യയും പണി തുടങ്ങി. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മറുപടി നൽകേണ്ടത് മന്ത്രി എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്തമെന്നും രാജ്നാഥ് സിംഗ്. 1984 സിഖ് വിരുദ്ധ വംശഹത്യ അടക്കം മുൻകാലങ്ങളിൽ കോൺഗ്രസ് ചെയ്ത എല്ലാ തെറ്റുകളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി US-ൽ. ശബരിമല ദർശനത്തിന് തയ്യാറെടുത്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ മാസം 19-ന് രാഷ്ട്രപതി ശബരിമലയിലെത്തും. സംസ്ഥാനത്തിന്റെ കടം വർദ്ധിക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കാൻ ചിലർ ശ്രമിക്കുന്നെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രധാനമന്ത്രിയുടെ ആ ചിരിയുടെ അർത്ഥം എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്നും പിണറായി. പ്രിയങ്ക ഗാന്ധി MP ഇതുവരെ ഒന്നും ചെയ്തില്ലെന്ന് രൂക്ഷ വിമർശനവുമായി ആത്മഹത്യ ചെയ്ത വയനാട് DCC മുൻ ട്രഷറർ M വിജയന്റെ കുടുംബം. വേണ്ടി വന്നാൽ CPM സഹായവും സ്വീകരിക്കും. തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പൂർണ്ണ ഉത്തരവാദിത്തം IC ബാലകൃഷ്ണൻ MLA-ക്കെന്നും കുടുംബം. ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ആക്രമണത്തിൽ പതറി ലോക സിനിമയും. വേഗത്തിൽ മരിക്കുന്ന അമേരിക്കൻ സിനിമയെ രക്ഷിക്കാനെന്ന പേരിൽ മറ്റ് രാജ്യങ്ങളിലെ സിനിമകൾക്ക് 100% താരിഫ് ഏർപ്പെടുത്തി ഡൊണാൾഡ് ട്രംപ്. ഹൂത്തികൾ തൊടുത്തുവിട്ട മിസൈൽ ഇസ്രായേലിന്റെ പ്രധാന വിമാനത്താവളമായ ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിൽ പതിച്ചു. മറുപടി ഉടനെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. UAE-യിലെ സർക്കാർ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലകളിലും നിർമ്മിതി ബുദ്ധി പഠനം നിർബന്ധമാക്കി UAE ക്യാബിനറ്റ്. വാർത്തകൾ വിശദമായി. തുടർച്ചയായ 11-ാം ദിവസവും അതിർത്തിയിൽ പാക് പ്രകോപനം തുടരുന്നു. കുപ്വാര, ബാരാമുള്ള, പൂഞ്ച് തുടങ്ങി 8ഇടങ്ങളിൽ പാക് വെടിവയ്പ്. പൂഞ്ചിൽ വെടിവയ്പ്പിനെ തുടർന്ന് ഇന്ത്യൻ സൈന്യം തിരിച്ചടിക്കുകയും ചെയ്തു. പ്രകോപനമില്ലായതാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ തുടർച്ചയായി ലംഘിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇന്ത്യ ആരോപിച്ചു. ആളപായമെന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം പഹൽഗാമിലെ ഭീകര ആക്രമണത്തിലെ ഭീകരർക്കായി 14-ാം ദിവസവും കശ്മീരിൽ തെരച്ചിൽ തുടരുന്നു. സൈനിക നീക്കങ്ങൾക്ക് പാകിസ്ഥാൻ ഒരുങ്ങുന്നെന്ന സൂചനകൾക്കിടെ ഇന്ത്യ അതിർത്തി അതീവ ജാഗ്രതയിൽ. കരസേന ബങ്കറുകൾ ഒരുക്കി സജ്ജമാക്കി. വ്യോമസേന സൈനിക ശേഷി വർദ്ധിപ്പിച്ചു കഴിഞ്ഞു. റഷ്യൻ നിർമ്മിത മിസൈലുകളും സജ്ജമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി എയർ ചീഫ് മാർഷൽ കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞു. കര നാവിക സേനകളും സജ്ജം. നിയന്ത്രണ രേഖയിലെ പ്രകോപനത്തിനും ഇന്ത്യ തിരിച്ചടി നൽകി തുടങ്ങി. പാകിസ്ഥാനിലേക്ക് ജലമൊഴുക്ക് തടയാൻ ചെനാബ് നദിയിലെ ഡാമിന്റെ ഷട്ടർ താഴ്ത്തി ആദ്യ നടപടി. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തിരിച്ചടിച്ചിരിക്കുമെന്ന് പ്രഖ്യാപിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് താൻ സൈന്യത്തിനൊപ്പമാണെന്ന് മോദിയുടെ നേതൃത്വത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായും സംഭവിക്കുമെന്ന് ഉറപ്പ് നൽകുന്നുവെന്നും രാജ്നാഥ് സിംഗ്. ഇന്ത്യയെ ആക്രമിക്കാൻ ധൈര്യപ്പെടുന്നവർക്ക് ഉചിതമായ മറുപടി നൽകേണ്ടത് പ്രതിരോധ മന്ത്രി എന്ന നിലയ്ക്ക് തൻ്റെ ഉത്തരവാദിത്തമാണെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. സംസ്കൃതി ജാഗരൺ മഹോത്സവത്തെ അഭിസംബോധന ചെയ്താണ് പ്രതിരോധ മന്ത്രിയുടെ ഈ പ്രഖ്യാപനം. ഇന്ത്യ ആക്രമിക്കുന്ന പാകിസ്ഥാന്റെ ആവർത്തിച്ചുള്ള മുറവിളിക്കിടെ തുർക്കി നാവിക കപ്പൽ പാകിസ്ഥാനിലെ കറാച്ചി തീരത്തെത്തി. TCG ബുയുക്കടയാണ് പാകിസ്ഥാനിലെത്തിയത്. സൗഹാർദ്ദ സന്ദർശനമെന്നാണ് പാകിസ്ഥാന്റെ പ്രസ്താവന. പരസ്പര ധാരണ വർദ്ധിപ്പിക്കാനും ഇരു നാവിക സേനകളും തമ്മിലുള്ള സമുദ്ര സഹകരണം ശക്തമാക്കാനുമാണ് ഈ സന്ദർശനമെന്ന് പ്രസ്താവനയിൽ പറയുന്നു. പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ച് തുർക്കി രംഗത്തെത്തിന് പിന്നാലെയാണ് കപ്പലുമെത്തിയത്. പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് കുറച്ചു തുടങ്ങി ഇന്ത്യ. ജമ്മുവിലെ ബാഗ്ലിഹാർ ഡാമിൽ നിന്നും ചെനാബ് നദിയിലേക്കുള്ള ജലമൊഴുക്ക് താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ തീരുമാനം. കഴിഞ്ഞ ദിവസം ജലമൊഴുക്ക് കുറച്ചിരുന്ന് അടുത്ത ദിവസങ്ങളിൽ പൂർണ്ണമായും അവസാനിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കശ്മീരിലെ കിഷൻഗംഗ ഡാമിൽ നിന്നുള്ള ജലമൊഴുക്ക് കുറയ്ക്കാനുള്ള നടപടികളും ആരംഭിച്ചു. സ്ഥിതിഗതികൾ പരിശോധിക്കാനും തുടർ പദ്ധതികൾ അവലോകനം ചെയ്യാനും ഒരു എഞ്ചിനീയർമാരുടെ സംഘത്തെയും കേന്ദ്രം കശ്മീരിലേക്ക് അയച്ചു. പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരരെ സഹായിക്കുന്നവർക്കെതിരെ നടപടികൾ കടുപ്പിച്ച് ജമ്മു കശ്മീർ പോലീസ്. 2800 പേരെ കസ്റ്റഡിയിലെടുത്തെന്ന് കശ്മീർ IG VK ബിർദി അറിയിച്ചു. 90 പേർക്കെതിരെ PSA നിയമപ്രകാരം കേസെടുത്തിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി ഭീകരർക്കും അവരെ സഹായിച്ചവർക്കുമെതിരെ തെരച്ചിൽ തുടരുകയാണെന്ന് IG പറഞ്ഞു. 1984 സിഖ് വിരുദ്ധ വംശഹത്യ അടക്കം മുൻകാലങ്ങളിൽ കോൺഗ്രസ് ചെയ്തു കൂട്ടിയ എല്ലാ തെറ്റുകളുടെയും ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. US സന്ദർശനത്തിനിടെ ബ്രൗൺ യൂണിവേഴ്സിറ്റി കീഴിലുള്ള വാട്സൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ പബ്ലിക് അഫയേഴ്സിൽ നടന്ന ചോദ്യോത്തര സെഷനിൽ ഒരു സിഖ് വിദ്യാർത്ഥിയുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു രാഹുൽ ഗാന്ധി. ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും രാഹുൽ ഗാന്ധി ഇപ്പോൾ പരിഹാസപാത്രമാണ്. 1984 സിഖ് വിരുദ്ധ കലാപം ഉൾപ്പെടെ കോൺഗ്രസ് പാർട്ടി ചരിത്രത്തിൽ ചെയ്ത എല്ലാ തെറ്റുകളുടെയും ഉത്തരവാദിത്തം താൻ സ്വയം ഏറ്റെടുക്കുന്നുവെന്ന് മഹാമനസ്കനായ രാഹുൽ ഗാന്ധി മൊഴിഞ്ഞിരിക്കുന്നു. അമേരിക്കയിലെ ബ്രൗൺ സർവകലാശാലയിൽ നടന്ന ചോദ്യോത്തര വേളയിലാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന. അപ്പോൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു കൂട്ടിയ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് രാഹുൽ ഗാന്ധി തന്നെ സമ്മതിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ ഒരു ഗതികേടെ
രാഹുൽ ഗാന്ധി അടിക്കാൻ വേണ്ടി വടി എറിഞ്ഞു കൊടുത്താൽ പിന്നെ BJP വെറുതെ ഇരിക്കുമോ? ഇല്ല. രാഹുൽ ഗാന്ധിയെ ലോകമെമ്പാടും പരിഹസിക്കുന്നു എന്ന് പറഞ്ഞ് ഈ വീഡിയോ BJP എക്സിൽ പോസ്റ്റ് ചെയ്തു. എന്താണ് വീഡിയോയുടെ ഉള്ളടക്കം എന്നറിയണ്ടേ? BJP ഭരിക്കുന്ന ഇന്ത്യ സിഖുകാർക്ക് തലപ്പാവ് ധരിക്കാനോ ഗുരുദ്വാരകൾ സ്വതന്ത്രമായി സന്ദർശിക്കാനോ അനുവദിക്കില്ലെന്ന് രാഹുൽ ഗാന്ധി മുമ്പ് പറഞ്ഞിരുന്നു അത്രേ, അതും വിദേശത്ത് ചെന്ന്. ഇതൊരു സിഖ് യുവാവ് എടുത്തു ചോദിക്കുന്നുണ്ട് ആ വീഡിയോയിൽ. ആ വീഡിയോ നമുക്കൊന്ന് പരിശോധിക്കാം. ഞങ്ങൾക്ക് ഖടയോ തലപ്പാവോ ധരിക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല വേണ്ടത്, കോൺഗ്രസ് ഭരണകാലത്ത് ഞങ്ങൾക്ക് ലഭിക്കാത്ത ആവിഷ്കാര സ്വാതന്ത്ര്യവും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കൂടാതെ ആനന്ദ്പൂർ സാഹിബ് പ്രമേയത്തെ കോൺഗ്രസ് തെറ്റായി വിഘടനവാദ രേഖയായി മുദ്രകുത്തിയെന്നും അത് ദളിത് അവകാശങ്ങളിൽ കേന്ദ്രീകരിച്ച ഒന്നായിരുന്നു എന്നും യുവാവ് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. 1984 കലാപവുമായി ബന്ധപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട മുൻ കോൺഗ്രസ് MP സജ്ജൻ കുമാറിന്റെ പേരും യുവാവ് പരാമർശിച്ചു. ഇന്ന് കോൺഗ്രസിൽ കൂടുതൽ സജ്ജൻ കുമാർമാർ ഉണ്ട് എന്നും യുവാവ് പറയുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? സിഖുകാരെ BJPക്കെതിരെ തിരിക്കാൻ നോക്കിയിട്ട് സ്വയം ആപ്പിലായിരിക്കുകയാണ് കോൺഗ്രസ്. BJP സിഖുകാർക്ക് ദ്രോഹമൊന്നും ചെയ്തിട്ടില്ല, എന്നാൽ കോൺഗ്രസോ ദ്രോഹമേ ചെയ്തിട്ടുള്ളൂ. ഇത് അനുഭവിച്ച സിഖുകാർ രാഹുൽ ഗാന്ധിക്ക് സ്തുതി പാടുമെന്ന് വിചാരിച്ച രാഹുൽ ഗാന്ധി ആരായി? മണ്ടൻ. BJP ഭരിക്കുന്ന ഇന്ത്യയെ ഭയപ്പെടാൻ നിങ്ങൾ ഞങ്ങളോട് പറയുന്നു, പക്ഷേ സിഖ് സമൂഹവുമായി അനുരഞ്ജനത്തിന് നിങ്ങൾ യഥാർത്ഥ ശ്രമങ്ങൾ നടത്തിയിട്ടില്ല. ഇത് തുടർന്നാൽ BJP പഞ്ചാബിലും പ്രവേശിക്കും. ഒരു വാർണിംഗ് കൂടിയാണ് ആ യുവാവ് രാഹുൽ ഗാന്ധിക്ക് കൊടുത്തത്, അതായത് പഞ്ചാബും കയ്യിൽ നിന്ന് പോകുമെന്ന്. ഇതേ തുടർന്നാണ് പാർട്ടി ചെയ്ത സമസ്ത അപരാധവും പൊറുക്കണമെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി മാപ്പപേക്ഷ നടത്തിയത്. ഇതേ തുടർന്ന് രാഹുൽ ഗാന്ധി വിദേശ സന്ദർശനങ്ങളിൽ കാപട്യവും ഭീതി വളർത്തുന്ന പ്രസംഗവും നടത്തിയെന്നാരോപിച്ച് BJP IT സെൽ മേധാവി അമിത് മാളവ്യ വീഡിയോ പോസ്റ്റ് ചെയ്തു. അല്ല, എന്താണ് 1984 നടന്നത്? 1984 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ അവരുടെ സിഖ് അംഗരക്ഷകർ കൊലപ്പെടുത്തിയതിനെ തുടർന്നാണ് സിഖ് വിരുദ്ധ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. വിഘടനവാദ പ്രചാരകൻ ജർണൽ സിംഗ് ഭിദ്രൻവാലയെ തുരത്താൻ സുവർണക്ഷേത്രത്തിൽ ഇന്ദിരാഗാന്ധി ഉത്തരവിട്ട സൈനിക ആക്രമണമായ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആണ് ഇതിന് കാരണമായത്. സൈനിക നടപടി ക്ഷേത്ര സമുച്ചയത്തിന്റെ ചില ഭാഗങ്ങൾ തകർക്കുകയും സിഖ് വികാരങ്ങളെ ആഴത്തിൽ വ്രണപ്പെടുത്തുകയും ചെയ്തു. ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിലുള്ള ജനക്കൂട്ടം സിഖുകാരെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ നടത്തി. ഡൽഹിയിലും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും 3000-ലധികം സിഖുകാരെ കൊന്നൊടുക്കി. രാഹുൽ ഗാന്ധി എത്ര സോപ്പിടാൻ നോക്കിയാലും സിഖുകാർക്ക് ഇതൊന്നും മറക്കാൻ കഴിയില്ല. ഇനി കേരള വാർത്തകളിലേക്ക്. ശബരിമല സന്ദർശനത്തിന് തയ്യാറെടുത്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു 2 ദിവസത്തെ സന്ദർശനത്തിന് ഈ മാസം 19-ന് രാഷ്ട്രപതി ശബരിമലയിലെത്തും. രാഷ്ട്രപതി ഭവനിൽ നിന്നും ഇത് സംബന്ധിച്ച അറിയിപ്പ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ലഭിച്ചു. 18-ന് പാലാ സെന്റ് തോമസ് കോളേജിലെ ജൂബിലി സമ്മേളനത്തിൽ രാഷ്ട്രപതി പങ്കെടുക്കും. തുടർന്ന് 19-ന് പമ്പയിലെത്തി ശബരിമലയെത്തി ദർശനം നടത്തുമെന്നാണ് വിവരം. ശബരിമല നട ഇടവമാസ പൂജയ്ക്ക് തുറക്കുമ്പോൾ രാഷ്ട്രപതി എത്തുമെന്ന് പോലീസിനും ബോർഡിനും നേരത്തെ തന്നെ അനൗദ്യോഗികമായി അറിയിപ്പ് ലഭിച്ചിരുന്നു. വിഴിഞ്ഞം ഉദ്ഘാടനം കഴിഞ്ഞ് പ്രധാനമന്ത്രിയെ ഡൽഹിയിലേക്ക് യാത്രയക്കാൻ താൻ പോയിരുന്നെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരിച്ചു. കേന്ദ്രവും സംസ്ഥാനവും ഒരുമിച്ച് നീങ്ങാമെന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് നന്ദി എന്ന് താൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞു. പക്ഷേ പ്രധാനമന്ത്രി ആ മറുപടി ചിരിയിലൊതുക്കി. ആ ചിരിയുടെ അർത്ഥം എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പാലക്കാട് നടന്ന സർക്കാരിൻ്റെ വാർഷിക യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്തിൻ്റെ കടം വർദ്ധിക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ടെന്നാൽ പൊതുകടവും ആഭ്യന്തര ഉൽപ്പാദനവുമായുള്ള അന്തരം കുറഞ്ഞതായും അതിനെയും കുറയുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. വയനാട്ടിൽ നിന്നും വരുന്ന മറ്റൊരു വാർത്ത, പ്രിയങ്ക ഗാന്ധി MP നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്ന ആത്മഹത്യ ചെയ്ത വയനാട് DCC മുൻ ട്രഷറർ MN വിജയൻ്റെ കുടുംബത്തിൻ്റെ ഗുരുതരമായ ആരോപണങ്ങളാണ്. വേണ്ടിവന്നാൽ CPM സഹായവും സ്വീകരിക്കും. IC ബാലകൃഷ്ണൻ MLA ആകും. തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പൂർണ്ണ ഉത്തരവാദിത്തമെന്നും കുടുംബം പറയുന്നു. NM വിജയൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഇനിയും പരാതി നൽകുമെന്നും മരുമകൾ പത്മജ മാധ്യമങ്ങളോട് പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കുമെന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ പല പുതിയ കാര്യങ്ങളും വെളിപ്പെടുത്തുമെന്നും പത്മജ പ്രതികരിച്ചു. IC ബാലകൃഷ്ണൻ, ND അപ്പച്ചൻ, ഗോപിനാഥൻ എന്നിവർക്കെതിരെ പരാതി നൽകും. ഒരു ഔദാര്യവും വേണ്ടെന്ന് CPM-നോട് പറഞ്ഞവർ അത് നിറവേറ്റുന്നില്ല. 10 ദിവസം കൂടി കോൺഗ്രസിന് സമയം കൊടുക്കുന്നു. അതിനകം തങ്ങളുടെ പരാതി പരിഹരിച്ചില്ലെങ്കിൽ സഹായിക്കാൻ ആര് വന്നാലും സ്വീകരിക്കുമെന്നും സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ടെന്നും കുടുംബം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇനി ഇന്റർനാഷണൽ ന്യൂസിലേക്ക്. റഷ്യയ്ക്കും ഉക്രൈനുമിടയിൽ ഇനി മധ്യസ്ഥത വഹിക്കേണ്ടതില്ലെന്നും അമേരിക്ക തീരുമാനിച്ചതോടെ അനിശ്ചിതത്തിലായത് ഉക്രൈൻ്റെ സമാധാന ശ്രമങ്ങൾക്കാണ്. ഉക്രൈനിലെ ധാതു സമ്പത്ത് US-ന് തീരെഴുതി കൊടുത്തതിന് പിന്നാലെ ഇനി വെടിനിർത്തൽ ചർച്ചകളിൽ US ഭരണകൂടം നേരിട്ട് ഇടപെടേണ്ടതില്ല എന്ന്
തീരുമാനിക്കുകയായിരുന്നു. യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഇരു രാജ്യങ്ങളാണെന്ന ട്രംപിൻ്റെ പുതിയ നിലപാട് ഉക്രൈൻ്റെ കൂടുതൽ പ്രദേശങ്ങൾ കൈക്കലാക്കാൻ റഷ്യയ്ക്ക് മൗനാനുവാദം കൂടിയാണ്. ഉക്രൈൻ്റെ ധാതുഖനി പ്രദേശങ്ങളിൽ റഷ്യ ഇടപെട്ടാൽ US പ്രതികരിക്കുമോ അതോ അതും ഉക്രൈൻ്റെ ഉത്തരവാദിത്തമായി തിരസ്കരിക്കുമോ എന്ന് കണ്ടറിയണം. ഉക്രൈനിൽ ആണവായുധങ്ങൾ ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇപ്പോഴില്ലെന്നും അതുണ്ടാകില്ലെന്നാണ് തൻ്റെ പ്രതീക്ഷയെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തൻ്റെ 25 വർഷത്തെ ഭരണത്തെക്കുറിച്ച് റഷ്യൻ സ്റ്റേറ്റ് ടെലിവിഷൻ നിർമ്മിച്ച ഡോക്യുമെൻ്ററിയിൽ സംസാരിക്കവെയാണ് പുടിൻ ഉക്രൈനിലെ സംഘർഷത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. യുക്തിസഹമായൊരു സമാപ്തിയിലേക്ക് ഉക്രൈൻ സംഘർഷത്തെ കൊണ്ടുവരാൻ റഷ്യയ്ക്ക് മാർഗമുണ്ടെന്നും പുടിൻ പറഞ്ഞു. റഷ്യ ഉക്രൈനെതിരെ ആണവായുധങ്ങൾ ഉപയോഗിക്കുമെന്ന അപകട സാധ്യത തുടരുന്നതായി 2022 തുടക്കത്തിൽ തന്നെ US മുന്നറിയിപ്പുണ്ട്. അടുത്ത മാർപ്പാപ്പയാകാൻ ശ്രമിച്ചാൽ വിശ്വാസികൾ അനുകൂലിക്കുമോ അതോ എതിർക്കുമോ എന്ന് AI സഹായത്തോടെ ഒരു പരീക്ഷ നടത്തി നോക്കി വിമർശനം ഏറ്റുവാങ്ങിയ ഡൊണാൾഡ് ട്രംപിൻ്റെ അടുത്ത പ്രഖ്യാപനം ഈ രണ്ടാം തവണത്തേതുകൂടി താൻ പ്രസിഡന്റ് ഭരണം അവസാനിപ്പിക്കുകയാണെന്നാണ്. നിലവിലെ കാലാവധി അവസാനിക്കുമ്പോൾ താൻ സ്ഥാനമൊഴിയുമെന്നും മൂന്നാമതൊരു തവണ പദവിക്ക് വേണ്ടി ശ്രമിക്കില്ലെന്നും ഡൊണാൾഡ് ട്രംപ് പറയുന്നു. മൂന്നാമത്തെ ടൈം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ട്രംപിനും US വ്യക്തമാണെന്നും പറയുന്നത് ട്രംപ് ആയതുകൊണ്ട് ഒരു സ്ഥിരത ഉണ്ടാകില്ലെന്നും മറുവാദമുണ്ട്. രാജ്യ താൽപ്പര്യത്തിൻ്റെ പേരിൽ കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അതിസമർത്ഥനായതുകൊണ്ട് ട്രംപിൻ്റെ വാക്കുകൾക്ക് അധികകാലത്തേക്ക് ജീവനും ഉണ്ടാകില്ല. താൻ 8 വർഷത്തെ പ്രസിഡൻ്റായിരിക്കും, 2 ടൈം പ്രസിഡൻ്റായിരിക്കും. എന്നാൽ ചിലർ താൻ 3ാം ടൈമിലും പ്രസിഡൻ്റാകാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ US ഇത് 1947 പാസാക്കിയ ഭരണഘടനാ ഭേദഗതി പ്രകാരം ഒരു പ്രസിഡന്റിൻ്റെ 3ാം ടൈം നിരോധിച്ചിരിക്കുന്നു. ആദർശധീരനായ ഒരു റിപ്പബ്ലിക്കനായി തുടരുമെന്നാണ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ ഉറപ്പ്. യമനിലെ ഹൂത്തികൾക്കും അവരെ പിന്തുണയ്ക്കുന്ന ഇറാനിയൻ ഭീകര നേതാക്കൾക്ക് നേരെ ഇസ്രായേൽ തിരിച്ചടിക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രഖ്യാപനം. യമനിലെ ഹൂതികൾ തൊടുത്തുവിട്ട മിസൈൽ ഇസ്രായേലിൻ്റെ പ്രധാന വിമാനത്താവളമായ ടെലവീവിലെ ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിൽ പതിച്ചതിനെ തുടർന്നാണ് പകരം വീട്ടാനൊരുങ്ങി ഇസ്രായേൽ തയ്യാറായത്. ഹൂതി ആക്രമണത്തിന് മറുപടിയായി തിരഞ്ഞെടുക്കുന്ന സമയത്തും സ്ഥലത്തും ഇസ്രായേൽ മറുപടി നൽകുമെന്ന് എക്സിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇറാൻ്റെ പിന്തുണയുള്ള ഹൂതികൾ ടെലവീവിലെ ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിന് നേരെ ഉണ്ടാക്കിയ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. യമനിൽ നിന്നാണ് മിസൈൽ വിക്ഷേപിച്ചതെന്ന് ഇസ്രായേൽ കണ്ടെത്തി കഴിഞ്ഞു. ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫ് ആക്രമണത്തിൽ പതറി ലോക സിനിമയും. വേഗത്തിൽ മരിക്കുന്ന അമേരിക്കൻ സിനിമയെ രക്ഷിക്കാനെന്ന പേരിൽ സിനിമ ആസ്വാദനത്തിന് തന്നെ നികുതി ഏർപ്പെടുത്തി ഒരു മണ്ടൻ തീരുമാനവുമായി ട്രംപ് എത്തി. ഞങ്ങൾക്ക് വീണ്ടും അമേരിക്കയിൽ നിർമ്മിക്കുന്ന സിനിമകൾ വേണമെന്നാണ് ഇപ്പോൾ ട്രംപിൻ്റെ പുതിയ മുദ്രാവാക്യം. വിദേശ രാജ്യങ്ങളിൽ നിർമ്മിക്കുന്ന സിനിമകൾക്ക് 100% താരിഫ് ഏർപ്പെടുത്താനാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ തീരുമാനം. വിദേശത്ത് സിനിമകൾ നിർമ്മിക്കുന്നത് ദേശീയ സുരക്ഷാ ഭീഷണി എന്നാണ് ട്രംപിൻ്റെ കണ്ടെത്തൽ. ശനിയാഴ്ച ഇംഗ്ലണ്ടിൽ 2 പ്രധാന തീവ്രവാദ വിരുദ്ധ നടപടികളിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8 ഇതിൽ 7 ഇറാനിയൻ പൗരന്മാരും ഉൾപ്പെടുന്നു. ഒരു പ്രത്യേക സ്ഥലം ആക്രമിക്കാൻ ലക്ഷ്യമിടുന്നതായി നടന്ന ഗൂഢാലോചനയെക്കുറിച്ചുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിരുന്നു അറസ്റ്റുകളെന്ന് മെട്രോപൊളിറ്റൻ പോലീസ് പറഞ്ഞു. ഭീകരതയ്ക്കെതിരായ അന്വേഷണത്തിനും ചാരവൃത്തിക്കെതിരെയും പ്രവർത്തിക്കുന്ന കൗണ്ടർ ടെററിസം കമാൻഡ് നയിച്ച പ്രത്യേക അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ അറസ്റ്റുകൾ. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വാർത്തകളിലേക്ക് വീണ്ടും. ഇനി ഗൾഫ് ന്യൂസ്. UAE സർക്കാർ വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ മേഖലയിലും നിർമ്മിതി ബുദ്ധി പഠനം നിർബന്ധമാക്കാൻ തീരുമാനത്തിന് അംഗീകാരം നൽകി UAE ക്യാബിനറ്റ്. കിൻഡർ ഗാർട്ടൻ മുതൽ 12ാം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലും അടുത്ത അധ്യയന വർഷം മുതൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠനം അവതരിപ്പിക്കാനാണ് തീരുമാനം. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഇക്കാര്യം എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചു. കുവൈറ്റിലുടനീളം തീവ്രമായ സുരക്ഷാ ക്യാമ്പയിനുകൾ തുടർന്ന് ആഭ്യന്തര മന്ത്രാലയം. കുവൈറ്റ് മുനിസിപ്പാലിറ്റിയുമായി സഹകരിച്ച് അടുത്തിടെ നടത്തിയ പരിശോധനയിൽ താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചെന്ന് തെളിഞ്ഞ 21 പേരെ അറസ്റ്റ് ചെയ്തു. 6 മാരകായുധങ്ങളും 100 റൗണ്ട് വെടിയുണ്ടയും കണ്ടുകെട്ടി. കൂടാതെ കബ്ദിൽ സർക്കാർ ഉടമസ്ഥയിലുള്ള ഭൂമിയിലെ നിയമവിരുദ്ധ നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുകയും ചെയ്തു. ഹജ്ജ് തീർത്ഥാടകർക്ക് താമസിക്കാൻ വിവിധ ഹോട്ടലുകളിലും വില്ലകളിലും മറ്റ് കെട്ടിടങ്ങളിലും 4,28,000 മുറികൾക്ക് മക്ക മുനിസിപ്പാലിറ്റി പെർമിറ്റ് നൽകി. 18 ലക്ഷം തീർത്ഥാടകർക്ക് താമസിക്കാൻ പര്യാപ്തമാണിത്. 76 ലക്ഷം ചതുരശ്ര മീറ്റർ പരിധിക്കുള്ളിലാണ് 3,149 കെട്ടിടങ്ങളിൽ പെർമിറ്റ് അനുവദിച്ചത്. ആവശ്യമായ എല്ലാ നിബന്ധനകളും പൂർത്തിയാക്കിയ ശേഷം തീർത്ഥാടകർക്ക് സുരക്ഷിതവും സുഖപ്രദവുമായ താമസ അന്തരീക്ഷം പ്രദാനം ചെയ്യാനാണ് ശ്രമം. അർജന്റീന ലോകകപ്പ് കിരീടം ചൂടിയ ഖത്തറിന്റെ മണ്ണിൽ വീണ്ടും പന്ത് തട്ടാൻ ലയണൽ മെസ്സിയും സംഘവും എത്തുമെന്ന് റിപ്പോർട്ട്. ലോകകപ്പ് യോഗ്യതാ റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാക്കിയതിന് പിന്നാലെ ആഫ്രിക്ക ഏഷ്യൻ വൻകരകളിൽ സൗഹൃദ മത്സരങ്ങൾ കളിക്കാനെത്തുന്ന ലയണൽ മെസ്സിയും സംഘവും നവംബറിൽ ഖത്തറിൽ കളിക്കുമെന്നാണ് വാർത്ത. 2026 ഫിഫ ലോകകപ്പിലേക്ക് യോഗ്യത ഉറപ്പിച്ചു കഴിഞ്ഞ അർജന്റീനയുടെ ഈ വർഷ അവസാനത്തെ സൗഹൃദ മത്സരങ്ങളുടെ ഷെഡ്യൂളിൽ ഖത്തറുമുണ്ടെന്നാണ് അർജന്റീനയിലെയും തെക്കേ അമേരിക്കയിലെയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. വടംവലി ടൂർണമെൻറ്റുമായി സമീക്ഷ യുകെയുടെ വടംവലി ടൂർണമെൻറ്റ് ജൂൺ 21 കാർഡിഫിലെ ന്യൂ പോർട്ടിൽ നടക്കും. യുകെയിലെ വടംവലി ടൂർണമെൻറ്റുകളിൽ പ്രഥമ സ്ഥാനത്തുള്ള ഈ ടൂർണമെൻറ്റിൽ യുകെയിലെ പ്രമുഖ ടീമുകളെല്ലാം അണിനിരക്കും. മത്സരത്തിൽ ഒന്നാമതെത്തുന്നവർക്ക് സമീക്ഷയുടെ എവർ റോളിംഗ് ട്രോഫിയും സ്ഥിരം ട്രോഫിയും
1501 പൗണ്ട് മടങ്ങുന്ന സമ്മാനം നൽകും. 1001 പൗണ്ടാണ് രണ്ടാം സ്ഥാനക്കാരെ കാത്തിരിക്കുന്നത്. 3, 4 സ്ഥാനക്കാർക്ക് 751 പൗണ്ടും 501 പൗണ്ടും നൽകും. 5 മുതൽ 8 സ്ഥാനം വരെ നേടുന്നവർക്ക് പ്രോത്സാഹന സമ്മാനമായി 151 പൗണ്ടാണ് സമ്മാനം. ഫെയർ പ്ലേ അവാർഡ് 101 പൗണ്ടും മികച്ച വടംവലിക്കാരന് 101 പൗണ്ടും സമ്മാനിക്കും. ജേതാക്കൾക്ക് സമ്മാനത്തുകയ്ക്ക് പുറമെ ട്രോഫികളും കൈമാറും. രാഷ്ട്രീയ, സാമൂഹിക, കലാ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിലാണ് മത്സരം അരങ്ങേറുക. ലൈഫ് ലൈൻ ഇൻഷുറൻസ് സർവീസ്, ഏലൂർ കൺസൾട്ടൻസി എന്നിവരാണ് മത്സരത്തിൻ്റെ സംഘാടകർ. UK പൗണ്ട് ഇന്നത്തെ മൂല്യം 1 പൗണ്ട് 112.12 ഇന്ത്യൻ രൂപ, $1 84.34 ഇന്ത്യൻ രൂപ, €1 95.76 ഇന്ത്യൻ രൂപ, 1 പൗണ്ട് $1.33. ഇനി സ്പോർട്സ്. ബുണ്ടസ് ലീഗ് ഫുട്ബോളിൽ ബയൺ മ്യൂണിക്കിന് കിരീടം. ലീഗിൽ 2 മത്സരങ്ങൾ ശേഷിക്കുകയാണ് ടീമിൻ്റെ കിരീട നേട്ടം. സീസണിൽ 2 മത്സരങ്ങളിൽ മാത്രമാണ് ബയൺ തോൽവി ഏറ്റുവാങ്ങിയത്. ബുണ്ടസ് ലീഗ കിരീടത്തിൽ വീണ്ടും ബയൺ മ്യൂസിക് മുത്തമിട്ടിരിക്കുന്നു. 32 മത്സരങ്ങളിൽ നിന്നും 76 പോയിന്റാണ് ബയൺ നേടിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തുടർച്ചയായ 11 ദിവസവും അതിർത്തിയിൽ പാക് പ്രകോപനം. കുപ്വാര, ബാരാമുള്ള, പൂഞ്ച് തുടങ്ങിയ ഇടങ്ങളിൽ പാക് വെടിവയ്പ്. ഏത് സാഹചര്യം നേടാൻ സജ്ജമായി ഇന്ത്യൻ സേന. ഇന്ത്യൻ അതിർത്തിയും അതീവ ജാഗ്രതയിൽ. ജമ്മുവിലെ ബാഗ്ൽഹാർ ഡാമിൽ നിന്നും ചെനാബ് നദിയിലേക്ക് ജലമൊഴുക്ക് താൽക്കാലികമായി നിർത്തിവെച്ച് ഇന്ത്യയും പണി തുടങ്ങി. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മറുപടി നൽകേണ്ടത് മന്ത്രി എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്തമെന്നും രാജ്നാഥ് സിംഗ്. 1984 സിഖ് വിരുദ്ധ വംശഹത്യ അടക്കം മുൻകാലങ്ങളിൽ കോൺഗ്രസ് ചെയ്ത എല്ലാ തെറ്റുകളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി US-ൽ. ശബരിമല ദർശനത്തിന് തയ്യാറെടുത്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ മാസം 19 രാഷ്ട്രപതി ശബരിമലയിലെത്തും. സംസ്ഥാനത്തിന്റെ കടം വർദ്ധിക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കാൻ ചിലർ ശ്രമിക്കുന്നെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രധാനമന്ത്രിയുടെ ആ ചിരിയുടെ അർത്ഥം എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്നും പിണറായി. പ്രിയങ്ക ഗാന്ധി MP ഇതുവരെ ഒന്നും ചെയ്തില്ലെന്ന് രൂക്ഷ വിമർശനവുമായി ആത്മഹത്യ ചെയ്ത വയനാട് DCC മുൻ ട്രഷറർ M വിജയന്റെ കുടുംബം. വേണ്ടിവന്നാൽ CPM സഹായവും സ്വീകരിക്കും. തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പൂർണ്ണ ഉത്തരവാദിത്തം IC ബാലകൃഷ്ണൻ MLA-ക്കെന്നും കുടുംബം. ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ആക്രമണത്തിൽ പതറി ലോക സിനിമയും. വേഗത്തിൽ മരിക്കുന്ന അമേരിക്കൻ സിനിമയെ രക്ഷിക്കാനെന്ന പേരിൽ മറ്റ് രാജ്യങ്ങളിലെ സിനിമകൾക്ക് 100% താരിഫ് ഏർപ്പെടുത്തി ഡൊണാൾഡ് ട്രംപ്. ഹൂത്തികൾ തൊടുത്തുവിട്ട മിസൈൽ ഇസ്രായേലിന്റെ പ്രധാന വിമാനത്താവളമായ ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിൽ പതിച്ചു. മറുപടി ഉടനെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. UAE-യിലെ സർക്കാർ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലകളിലും നിർമ്മിതി ബുദ്ധി പഠനം നിർബന്ധമാക്കി UAE ക്യാബിനറ്റ്. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.